വിശദമായ വാർത്തകളിലേക്ക്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി കൊല്ലം മേയറുടെ റൂമിന് മുന്നിൽ ഡോക്ടറുടെ പ്രതിഷേധം. കടപ്പാക്കടയിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ ബിജി പ്രസാദാണ് അയൽവാസിയുടെ വ്യാജ പരാതി മൂലം സമരം ചെയ്യേണ്ടി വന്നത്. പൊട്ടിക്കരഞ്ഞ ഡോക്ടറുടെ സങ്കടം കണ്ട മേയർ പ്രസന്ന ഏണസ്റ്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കണ്ടു. മാഡം, നാലാമത്തെ ഇൻസ്പെക്ഷനാ. നമ്മൾ അവിടെ അനധികൃതമായി ഒന്നും ചെയ്യുന്നില്ല. ഒരു ക്ലിനിക്ക് രണ്ടുപേർ OPD നോക്കുന്നതിന് ഇവിടെ ഇത്രയും പ്രശ്നമാണെങ്കിൽ കൊല്ലത്ത് എത്ര കെട്ടിടമുണ്ട് ഫുള്ളി റെഗുലറൈസ്ഡ് ആയിരിക്കുന്നത്? എനിക്കറിയണം മാഡം, എത്ര കെട്ടിടം ഇവിടെ ഫുള്ളി റെഗുലറൈസ്ഡ് ആക്കുന്നത്? ഈ റോയിൽ എന്ന് പറഞ്ഞാൽ 8-9 കെട്ടിടമുണ്ട് കൊല്ലം ടൗണിൽ. എല്ലാം എടുപ്പിക്കും. ഞാൻ ഒരു വർഷം ചേർന്ന് എല്ലാം എടുപ്പിക്കും. ഇല്ല മാഡം. കഴിഞ്ഞ 6 മാസമായി കൊല്ലം കോർപ്പറേഷൻ ഓഫീസിൽ കയറിയിറങ്ങുകയാണ് ഡോക്ടർ ബിജി പ്രസാദ്. കടപ്പാക്കടയിലെ ക്ലിനിക്ക് പൂട്ടിക്കാൻ അയൽവാസി നൽകിയ വ്യാജ പരാതിയാണ് ഡോക്ടറെ വെട്ടിലാക്കിയത്. ഇതോടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകാൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു. ഒടുവിൽ സംരംഭം പൂട്ടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഡോക്ടർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഒരു തരത്തിൽ ഇത് അവർക്കറിയാം എത്ര നാളായിട്ട് ഞാനിവിടെ കയറിയിറങ്ങുന്നത്. നാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല. ഇന്നലെ പേഷ്യൻസിന് അത്രയും നേരം ഇരുത്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഞങ്ങളുടെ OPD നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ക്ലിനിക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ ഒരു ഡോക്ടറോട് ചെയ്യേണ്ട. എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി കോർപ്പറേറ്റീവിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. ആരും സ്വന്തമായി ഒരു ക്ലിനിക്ക് നടത്തിയ പേഷ്യൻസ് അതിനകത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് സംരംഭം അടച്ചുപൂട്ടുകയാണെന്ന് ഡോക്ടർ നിലപാടെടുത്തത്. സമരം ചെയ്തതോടെ വിഷയം മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടു. മേയർ പ്രസന്ന ഏണസ്റ്റ് ഡോക്ടറെ അനുനയിപ്പിച്ചു. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉടൻ നൽകാൻ നേരിട്ട് മേയർ ഇടപെട്ടതോടെ പ്രശ്നത്തിന് പരിഹാരമായി. ഡോക്ടർ സമരവും അവസാനിപ്പിച്ചു. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് മുതലമടയിലും പുലിയെ കണ്ടു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ പിടികൂടി. ഇന്നലെ രാത്രി 10:30യോടെയാണ് സംഭവം. CCTVയിൽ പുലി നായയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു. കോട്ടയത്ത് ട്രെയിനിൽ നിന്നും 21 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കാരയ്ക്കൽ എക്സ്പ്രസിന്റെ AC കോച്ച് 47 നമ്പർ സീറ്റിനടിയിൽ നിന്നുമാണ് പേപ്പർ കവറിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണം കണ്ടെത്തിയത്. റെയിൽവേ പോലീസും കേരള പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച് ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. നെടുമ്പാശ്ശേരിയിൽ 85 ലക്ഷം രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി മുഹമ്മദ് അറസ്റ്റിലായി. 1871.73 ഗ്രാം സ്വർണമാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത്. ക്ലാസ് മുറിയിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച അധ്യാപകന് 30 വർഷം കഠിന തടവും 85,000 രൂപ പിഴയും ശിക്ഷ. കോഴിക്കോട് കൊയിലാണ്ടി പൊക്കിഞ്ഞാരി വീട്ടിൽ രാധാകൃഷ്ണനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2014 കേസിനാസ്പദമായ സംഭവം. കേസിൽ 16 സാക്ഷികളെ വിസ്തരിക്കുകയും 18 രേഖകളും തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ നടുവിൽ പാത്തൻപാറയിൽ ഒരു പ്രദേശം ആകെ വിണ്ടുകീറിയത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. സ്റ്റോൺ ക്രഷറും കരിങ്കൽ ക്വാറിയും പ്രവർത്തിക്കുന്ന നരയൻകല്ല് തട്ടിലാണ് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമി വിണ്ടുകീറിയത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഴ നനയ്ക്കാനിട്ടിരുന്ന പൈപ്പുകളിൽ വെള്ളം വരാതായതോടെ പരിശോധനയ്ക്കിറങ്ങിയ കർഷകരാണ് ഭൂമി വിണ്ടുകീറിയ വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ മാസം 3-ാം തീയതി ആണ് ഈ കോറ ഇടിഞ്ഞ ഫലമായിട്ട് നമ്മുടെ ഇവിടെ വാഴ നനയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വെള്ളം ആ ഓസ് ഈ ഇടിച്ചിലിനോട് കൂടിയിട്ട് ഓസ് ഇടിലിന്റെ കൂടെ പോയി. അപ്പം വെള്ളം വരാതെ വന്നുകൊണ്ട് നമ്മൾ ആ വെള്ളം എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഓസിന്റെ നോക്കി വന്നപ്പോൾ ചാലിൽ വന്നപ്പോഴാണ് ഈ ഭൂമി ഇങ്ങനെ ഇടിഞ്ഞ് താന്ന് കിടക്കുന്ന കാണുന്നത്. ഇപ്പം അത് ഓരോ ദിവസം കൂടുന്തോറും ഇത് ഇടിഞ്ഞ് കൂടുതൽ താന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്മേലൊരു നടപടി എടുത്ത് ഇത് എങ്ങനെയെങ്കിലും ഈ മഴക്കാലം ആകുന്നതിന് മുമ്പ് ഈ മണ്ണൊന്ന് താഴെ എത്തിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. വെള്ളം നിന്ന് കഴിഞ്ഞപ്പം വെള്ളം നോക്കാൻ വന്ന വഴിക്കാണ് ഇത് പച്ചിലെ കാണുന്നത്. എൻ്റെ 2 റോൾ ഓസും ഈ ഇടിച്ചിലോട്ട് കൂടി താഴെ പോയി. അത് പിന്നെ കുറച്ച് കയറ്റി ഇട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അവിടെ ഇടിഞ്ഞു. വീണ്ടും കയറ്റി ഇട്ടു. അതിന്റെ മുകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഇടിഞ്ഞു നിൽക്കുന്നത്. ദിവസം കഴിയുന്തോറും വിള്ളലുകളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. 2 ആഴ്ച കൊണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഭൂമിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടത്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ മുകൾ ഭാഗം പൂർണ്ണമായും നിലംപൊത്തി. ഇതോടെ തളിപ്പറമ്പ് തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംഘമെത്തി ക്വാറി അടച്ചുപൂട്ടി. ഇതൊരു നാടിന്റെ ദുരന്തമായി മാറും. 2 ആദിവാസി കോളനി അടക്കമുള്ള
പ്രദേശങ്ങൾ നാമാവിശേഷമാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെട്ടെന്ന് പറയുമ്പോൾ ആർക്കും ഇത് മനസ്സിലാവില്ല. ഇത് ശരിക്കും വന്ന് കണ്ടാൽ മാത്രമേ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ. മഴ പെയ്യാൻ തുടങ്ങിയാൽ വലിയ മല തന്നെ താഴേക്ക് പതിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ തൃപ്തരല്ല. ഈ നിൽക്കുന്ന ഷൈജുവിന്റെ വീടിന് കുഴപ്പം വന്നപ്പോൾ അന്ന് വീടിന്റെ നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് വന്ന ശാസ്ത്രജ്ഞന്മാർ. അത്തരം ശാസ്ത്രജ്ഞന്മാർ ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇപ്പോൾ യോഷിമഠാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത്. അവിടെയും നേരത്തെ ഇതേപോലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഗൗരവതരമായി എടുക്കാൻ അധികൃതർ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഏറ്റവും അടിയന്തരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 400ഓളം കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശം കൂടിയാണ് പാത്തൻപാറ. ന്യൂസ് 18 ആലക്കോട്. പാലക്കാട് കൂറ്റനാട് മൂളിപ്പറമ്പിൽ മാരകായുധങ്ങളുമായി എത്തി വീട്ടിൽ അക്രമം നടത്തിയ പ്രതികൾ പിടിയിൽ. മൂളിപ്പറമ്പ് സ്വദേശികളായ അനീഷ്, ജ്യോതിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മറ്റ് 4 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരം പാറശാല മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ 5700 രൂപയും ഇറച്ചിക്കോഴികളെയും കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. ചെക്ക് പോസ്റ്റിലൂടെ ഒരു പരിശോധനയും കൂടാതെ അറവുമാടുകൾ കൈക്കൂലി വാങ്ങി വ്യാപകമായി കടത്തിവിടുന്നതായി പരാതിയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് വിജിലൻസ് അധികൃതർ പറഞ്ഞു. വയനാട് കൽപ്പറ്റയിൽ നഗരസഭയുടെ അനുമതിയില്ലാതെ സ്വകാര്യ എസ്റ്റേറ്റുകാർ തോട്ടിൽ നിർമ്മിച്ച തടയണ നാട്ടുകാർ പൊളിച്ചുമാറ്റി. കൽപ്പറ്റ റാട്ടക്കൊല്ലി പുൽപ്പായിലാണ് സംഭവം. പ്രദേശത്തെ 300ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് ഇതോടെ ഇല്ലാതായത്. വയനാട് കൽപ്പറ്റ റാട്ടക്കൊള്ളി പുൽപ്പാറയിലാണ് നാട്ടുകാർ കുടിവെള്ളം മുട്ടിയതോടെ തോട്ടിൽ അനധികൃതമായി നിർമ്മിച്ച തടയണ പൊളിച്ചത്. സ്വകാര്യ എസ്റ്റേറ്റുകാരാണ് തോട്ടം നനയ്ക്കാൻ വേണ്ടി തടയണ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇതിന് നഗരസഭയുടെ അനുമതി ഉണ്ടായിരുന്നില്ല. അനുമതിയില്ലാതെ നിർമ്മിച്ച തടയണ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നതായാണ് നഗരസഭയുടെ വിശദീകരണം. കുടിവെള്ളം മുട്ടിയ നാട്ടുകാർ സംഘടിച്ചെത്തി തടയണ പൊളിച്ചു മാറ്റി. ഒരുപാട് വർഷങ്ങളായി ഈ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 300 കുടുംബം താഴെ ഈ വെള്ളമാണ് ആശ്രയിക്കുന്നത്. ഈ വെള്ളം ഈ എസ്റ്റേറ്റ് ഉടമ അനധികൃതമായിട്ട് ചെക്ക് ഡാം കെട്ടി തൊട്ട് താഴത്ത് കിണർ വരെ കുഴിച്ചു. 2 HP 5 HP 2 മോട്ടോർ വെച്ചിട്ട് ഇവർ വെള്ളം നനയ്ക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കുടിവെള്ളം ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. വേനൽ കടുക്കുന്നതോടെ പ്രദേശത്തെ ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് നിരവധി പേർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജലസ്രോതസ് നിലച്ചത്. കുടിവെള്ളം ലഭിക്കാതായതിനെ തുടർന്ന് സ്ഥലം പരിശോധിച്ച നാട്ടുകാരാണ് തടയണ പൊളിച്ചത്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ തോക്കുമായി എത്തിയ യുവാവ് ജീവനക്കാരെ അകത്താക്കി ഗേറ്റ് പൂട്ടി. വെങ്ങാനൂർ സ്വദേശി മുരുകനാണ് എയർ ഗണ്ണുമായി എത്തി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയത്. ഇന്ന് 11 മണിയോടെയായിരുന്നു സംഭവം. മുരുകന്റെ വീടിന് സമീപത്തെ കനാൽ വെള്ളം തുറന്നുവിടാത്തതിലായിരുന്നു പ്രതിഷേധം. പലതവണ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ല എന്നാണ് പരാതി. ഓഫീസിന് മുന്നിൽ എത്തിയ ഇയാൾ ഗേറ്റ് ഹെൽമറ്റ് ലോക്ക് ഉപയോഗിച്ച് പൂട്ടി. ഇതോടെ മണിക്കൂറുകളോളം ജീവനക്കാരും മിനി സ്റ്റേഷൻ ഓഫീസിൽ എത്തിയവരും കുടുങ്ങി. ഇയാളെ ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തോക്കും പിടിച്ചെടുത്തു. ഇടുക്കി വലിയ തോവാളയിൽ ഗാനമേള നടക്കുന്നതിനിടെ സംഘർഷം തടയാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ അതിക്രമം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. അക്രമം നടത്തിയ 8 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത്. ഗാനമേള കാണാൻ എത്തിയവർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ ഒരു സംഘം ആളുകൾ പോലീസിന് നേരെ ആക്രമണം നടത്തി. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ബിപിന് പരിക്കേറ്റു. ആക്രമണം നടത്തിയവരിൽ 8 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യും.
ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കൊടിക്കൂറ ഉയർത്തൽ ചടങ്ങ് നടന്നു. മേൽശാന്തി പൂജിച്ചു നൽകിയ കൊടിക്കൂറ ക്ഷേത്രം ഊരായ്മ പാർവതി വല്യമ്മ ഏറ്റുവാങ്ങി. തുടർന്ന് ഉപദേശക സമിതി ഭാരവാഹികളുടെയും പൂരകമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ കോമരം കൊടിക്കൂറ ഉയർത്തി. ദേവസ്വം ഓഫീസർ ബി മുരളീധരൻ, എങ്കക്കാട് കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ PR സേതുമാധവൻ, AK സതീഷ് കുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ, ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 28-നാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. കോതമംഗലം കവളങ്ങാടിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന കാറും ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ബൈക്ക് യാത്രികനായിരുന്ന മാതിരപ്പള്ളി സ്വദേശിക്കാണ് പരുക്കേറ്റത്. മുക്കം ടൗൺ സൌന്ദര്യവൽക്കരണത്തിന്റെ 1ാം ഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പരിപാടിയുടെ മുന്നോടിയായി നഗരസഭാ കൌൺസിലർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മുക്കം ടൗൺ ശുചീകരിച്ചു. തൃശൂർ വെളയനാട് പ്ലാന്റിൽ കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രത്തിൽ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. റോഡ് നിർമ്മാണ കമ്പനിയുടെ മെഷീനിലായിരുന്നു അപകടം. ബിഹാർ സ്വദേശി വർമാനന്ദകുമാർ ആണ് മരിച്ചത്. അപകടം നടന്നയുടനെ യന്ത്രം പ്രവർത്തിപ്പിച്ച UP സ്വദേശിയെ കമ്പനി അധികൃതർ പ്ലാന്റിൽ നിന്ന് മാറ്റിയത് മറ്റു തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇവർ പ്ലാന്റിലെ കോട്ടേജുകളുടെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു. പിന്നീട് ഇരിങ്ങാലക്കുട പോലീസ് എത്തിയാണ് തൊഴിലാളികളെ ശാന്തരാക്കിയത്. യന്ത്രം പ്രവർത്തിപ്പിച്ച UP സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നെ വാർത്തകളിലേക്ക്. ഇനി കാർഷിക കേരളം. നെൽകൃഷി വ്യാപകമാക്കാനൊരുങ്ങി തിരുവനന്തപുരം കള്ളിക്കാട്ടെ കർഷകർ. ഇത്തവണത്തെ മഹാത്മാ പുരസ്കാരം നേടിയ കതിര് കർഷക സംഘത്തിലെ ഒരു കൂട്ടം കർഷകരാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. കതിര് കർഷക സംഘത്തിലെ 13ഓളം അംഗങ്ങളാണ് നെൽകൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമവുമായി മുന്നിട്ടിറങ്ങുന്നത്. വർഷങ്ങളായി തരിശുകിടന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയോഗ്യമാക്കിയാണ് കൃഷി. നെൽകൃഷി ആരംഭിച്ച ആദ്യ തവണ പരാജയപ്പെട്ടുവെങ്കിലും തുടർന്ന് നടത്തിയ കൃഷിയിൽ ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കൃഷി. വനഭൂമിയുടെ അറ്റത്ത് കിടക്കുന്ന പ്രദേശമായതിനാൽ വന്യമൃഗ ആക്രമണത്തെ പ്രതിരോധിച്ച് നടത്തുന്ന കൃഷി ഏറെ ശ്രമകരമാണ്. രാത്രികാലങ്ങളിൽ കാവൽ കിടന്നാണ് നെല്ല് വിളയിച്ചെടുത്തത്. കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രദേശമാകെ നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് അടുത്ത ലക്ഷ്യം. ഇവിടെ പ്രത്യേകിച്ച് ഇതൊരു തരിശു ഭൂമിയായിരുന്നു, ഒരു ഉപയോഗശൂന്യമായിട്ട് കിടന്നൊരു ഭൂമിയായിരുന്നു. ഞങ്ങൾ പാട്ടത്തിന് ചോദിച്ചപ്പോൾ ഉടമ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് അത് പാട്ടത്തിന് തന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ കൃഷി ചെയ്തതിൽ. ആദ്യത്തെ കൃഷിയൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു, എന്നാൽ ഇപ്പോൾ നല്ല വിളവുണ്ട്. ഞങ്ങൾ തുടർന്ന് ഈ കൃഷി ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് പോകണമെന്നാണ് തന്നെയാണ് ആഗ്രഹം. കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് പുറത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ചെറിയ ഒരു സബ്സിഡി മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വന്തം പണിയാണ്. കളയലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ 9 പേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. നെൽകൃഷി കൂടാതെ ഇവർ വിവിധയിനം പച്ചക്കറി കൃഷിയും നടത്തിവരുന്നു. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയായതിനാൽ ഗ്രാമത്തിലെ ജനങ്ങളും വലിയ പിന്തുണയാണ് നൽകുന്നത്. ഗ്രാമത്തിൽ തരിശായി കിടക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെത്തി അവ കൃഷിയോഗ്യമാക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ സംഘം. ന്യൂസ് 18 കള്ളിക്കാട്. കണ്ണൂരിൽ ചിത്രകാരൻ ധൻരാജ് കീഴറ ഒരുക്കിയ ചിത്രപ്രദർശനം ചൂഴം ശ്രദ്ധേയമാകുന്നു. പാളപ്ലേറ്റിൽ വരച്ചിട്ട ചിത്രങ്ങൾ കൂടാതെ ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിന് എത്തിച്ചിരുന്നു. കോവിഡ് കാലത്തെ ഓർമ്മപ്പെടുത്തിയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. കണ്ണൂരിൽ കീഴറ കൂലോം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. 3 തലങ്ങളിലൂടെയാണ് ചിത്രങ്ങൾ കടന്നുപോകുന്നത്. ജീവിതം, അസുഖം, മരണം എന്നീ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് ധൻരാജ് പാളയിൽ കോർത്തിട്ടത്. 3 തലങ്ങൾ: യാഥാർത്ഥ്യ ജീവിതവും, ജീവിതത്തിൽ നിന്ന് അസുഖം, അസുഖത്തിൽ നിന്ന് മരണം എന്നല്ല, ആ 3 തലങ്ങളും ജോയിൻ്റ് ചെയ്തിട്ടില്ലാന്ന ഈ വ്യത എന്ന് പറയുന്ന ഈ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളത് 2.5 മാസത്തെ സമയം ചെയ്തുകൊണ്ട് ഈ പാള എന്ന് പറയുന്ന ആ ഒരു ക്യാൻവാസ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരു തികച്ചും ജൈവികമായ ഒരു പ്രകൃതിയിൽ അഴിഞ്ഞു പോകുന്ന ഒരു ക്യാൻവാസ് യഥാർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂലോം ബ്രദേഴ്സ് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചിത്രപ്രദർശനം.
നിരവധി അന്താരാഷ്ട്ര അവാർഡുകൾ കരസ്ഥമാക്കിയ ധൻരാജ് കീഴറ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിസ്റ്റൽ ഹൗസ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ ദൃശ്യ മാധ്യമ വിഭാഗം അധ്യാപകനാണ്. അഡോപ്റ്റ് യൂത്ത് വോയിസസ് ക്രിയേറ്റീവ് എഡ്യൂക്കേറ്റർ കൂടിയായ ധൻരാജ് ബെസ്റ്റ് ക്രിയേറ്റീവ് എഡ്യൂക്കേറ്റർ അവാർഡിനും അർഹനായിട്ടുണ്ട്. 2009 2011 അമേരിക്കയിൽ വെച്ച് നടന്ന അഡോപ്റ്റ് യൂത്ത് വോയിസ് സമ്മിറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കരിപ്പൂരിൽ നിന്ന് വിദേശത്തേക്കും ഡൽഹിയിലേക്കുമുള്ള എയർ ഇന്ത്യ സർവീസുകൾ നിർത്തിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് എം കെ രാഘവൻ MP. ഇതിനായി എയർ ഇന്ത്യ മാനേജ്മെന്റുമായി സംസാരിക്കണം. മലബാർ ഡെവലപ്മെന്റ് ഫോറം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ വർഷവും ലാഭമുണ്ടാക്കുന്നു. പങ്കുവയ്ക്കലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കായംകുളത്ത് ഭിന്നശേഷി കുട്ടികളും അരിയും പലവ്യഞ്ജനങ്ങളും അടക്കം വലിയൊരു ശേഖരമാണ് മിസ്ബ സ്കൂളിലെ കുട്ടികൾ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് കൈമാറിയത്. ചിൽഡ്രൻ ഫോർ ആലപ്പി ഒരു പിടി നന്മ പദ്ധതിയുടെ ഭാഗമായാണ് മിസ്ബ സ്കൂളിലെ കുട്ടികൾ നിർധനർക്കായി സാധനങ്ങൾ ശേഖരിച്ചത്. മിസ്ബയിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷകർത്താക്കളും ഭാഗമായതോടെ പദ്ധതി വൻ വിജയമായി. ഇവരിൽ നിന്നും ഇത് ഏറ്റുവാങ്ങാൻ കളക്ടർ VR കൃഷ്ണതേജ നേരിട്ടെത്തിയതോടെ കുട്ടികൾക്ക് ഏറെ ആവേശമായി. എല്ലാ സ്കൂൾസും ആ സ്കൂളിന്റെ അടുത്തുള്ള കുറച്ച് അതിദാരിദ്ര കുടുംബങ്ങളിലും ഏറ്റെടുത്തതിന് ശേഷം എല്ലാ മാസം 1ാമത്തെ തിങ്കളാഴ്ച ആ സ്കൂളിൽ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ഡേ ആയിട്ട് ആചരിക്കും. ആ ദിവസം എല്ലാ കുട്ടികളും ഒരു നിർബന്ധമില്ലാത്ത കുട്ടികൾ അരിയും പണമും അല്ലാതെ ഏതെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ബോക്സിൽ വെക്കും. അങ്ങനെ കിട്ടിയ എല്ലാ സാധനങ്ങളും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അടുത്തുള്ള അതിദാരിദ്ര കുടുംബങ്ങൾക്ക് എത്തിക്കണമെന്നാണ് നമ്മുടെ ഒരു താല്പര്യം. ചിൽഡ്രൻ ഫോർ ആലപ്പി ഒരു പിടി നന്മ പദ്ധതിയുടെ ഭാഗമായി എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച ജില്ലയിലെ സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി സർവീസ് ഡേ ആയി ആചരിക്കുകയാണ്. കുട്ടികളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ അർഹതപ്പെട്ട കൈകളിലെത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി. മിസ്ബ സ്കൂളിലെ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് 18 കായംകുളം. കാട്ടാനാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സുള്ളിയ കടമ്പയിൽ ആനയെ പിടികൂടാൻ വനം വകുപ്പിന്റെ പ്രത്യേക സംഘം എത്തി. ഓപ്പറേഷൻ എലിഫന്റ് എന്ന് പേരിട്ട ദൌത്യത്തിൽ പ്രത്യേക പരിശീലനം നേടിയ 5 ആനകളും ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തെറ്റായി സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡ് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആയതോടെ മാറ്റി സ്ഥാപിച്ചു. മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മുക്കം ബസ് സ്റ്റാൻഡിലേക്ക് വഴികാട്ടിയുള്ള മുന്നറിയിപ്പ് ബോർഡാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചത്. കരാർ കമ്പനിക്കാർ എത്തിയാണ് മുറിച്ചു മാറ്റിയത്. അടൂർ മൂന്നാളാം ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി കലാനിലയം ഗോപകുമാർ കഥകളി പഠന ക്യാമ്പ് നടത്തി. കഥകളി എന്ന കലാരൂപത്തെ വിദ്യാർത്ഥികൾക്ക് സുപരിചിതമാക്കുകയായിരുന്നു ലക്ഷ്യം. ക്ലാസിനൊപ്പം അജിത ഹരേ ജയ എന്ന കഥ കലാനിലയം ഗോപകുമാർ അവതരിപ്പിക്കുകയും ചെയ്തു. വാർഡ് കൌൺസിലർ അനിതാദേവി, സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ ലക്ഷ്മി മംഗലത്ത്, ചെയർപേഴ്സൺ വിദ്യ രാജേഷ്, ഹെഡ് മിസ്ട്രസ് ലീന V, അധ്യാപകരായ മിനി, അനുപമ, ദിവ്യ P. നായർ, രഞ്ജിത എന്നിവർ നേതൃത്വം നൽകി.